Welcome back to Kid Show. Today I'm going to show you Kiama from Sydney. ഞങ്ങൾ ഫ്ലെമിംഗ്ടൺ റെഡ് ഫേണിൽ ട്രെയിൻ എടുത്തു. റെഡ് ഫേണിന് കയാമയ്ക്ക് പോവാണ്. ഇപ്പോൾ തന്നെ I know Kiama is going to be a beautiful place. റെഡ് ഫോണിന് കയാമയ്ക്ക് 3 മണിക്കൂറാണ് ട്രാവൽ ചെയ്യണം. അപ്പം ഗെയിംസും സാധനങ്ങളും എടുത്തിട്ട് ട്രാവൽ ചെയ്യണേ നല്ലത്. അപ്പം പോകുന്നതൊക്കെ ബീച്ച് സൈഡ് കൂടെയാണ്. നല്ല ഭംഗിയാണ് അവിടുത്തെ ബീച്ചുകളൊക്കെ കാണാൻ. അപ്പം ഞങ്ങൾ കയാമ റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ അവിടെ 5 മിനിറ്റാണ് ബീച്ച് സൈഡിലേക്ക്. എനിക്ക് വാഷ് ചെയ്യുന്നു ബീച്ചിൽ പോകാൻ. ഞങ്ങളവിടെ എത്തി. അപ്പം 1 മണി ആയിരുന്നു. അപ്പം നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ക്ലിഫിലാണ്. അപ്പോൾ ക്ലിഫിൻ്റെ താഴെ ഒരു ബീച്ചുണ്ട്, കുഞ്ഞ് ബീച്ച്. അവിടെ ഇറങ്ങണം എന്ന് തോന്നി. പക്ഷെ അത് ടു ഡേഞ്ചറസ് ആയിരുന്നു. കുട്ടികൾ വെച്ചിട്ട് വരുമ്പോൾ വീഴാനൊക്കെ പോവും. ഇവിടുത്തെ പാറ വരുന്നത് നല്ല ഹാർഡാണ്. ഇങ്ങനെ തേഞ്ഞു പോവും ഒരു സ്ഥലം. ഇപ്പിച്ച് വരുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പപ്പേനെ ഇങ്ങനെ വിളിച്ചു കൊണ്ടുവരായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പോവാൻ തന്നെ തോന്നിയേ. ഇറ്റ്സ് എ വണ്ടർഫുൾ പ്ലേസ്. ഓക്കെ എന്ത് ഭംഗിയാണ്. ഞാനിങ്ങനെ തോണ്ടി ഇങ്ങനെ നടക്കുകയാണ് താഴേക്ക്. അങ്ങനെ പോകണം ഇങ്ങനെ പോകണമെന്ന് അറിയാൻ. ഇവിടുന്ന് നോക്കിയപ്പോൾ തന്നെ എന്ത് ഭംഗിയാണ്. ബീച്ചിൻ്റെ സൈഡും പാറകളും എല്ലാം ഡിഫറെൻ്റ് ആണ്. ഇതൊക്കെ അവിടെ എൻ്റെ അമ്മയാണ്. ഇങ്ങനെ വരണ്ട, എൻ്റെ അവിടെ ഇങ്ങനെ ഇങ്ങോട്ട് വരണ്ടെന്ന് പറയാണ്. അപ്പോൾ എൻ്റെ അമ്മ ഞാൻ കയറണമൊക്കെ കാണുകയാണ്. നല്ല റിസ്ക്കിയാണ് തിരിച്ച് കയറാൻ. റിസ്ക്കി ആണെന്ന് പറഞ്ഞാൽ നല്ല റിസ്ക്കിയാണ് തിരിച്ച് കാണാൻ. ഇവിടെ ഭയങ്കര റിസ്ക്കിയാണ്. മുന്നേ അവിടെ എല്ലാം കാണുന്നുണ്ട്. എന്താ ഇവരുടെ ചെയ്തതെന്ന് പറഞ്ഞിട്ടാണ് കേൾക്കുന്നത്. അപ്പം ഞാൻ മുന്നിനെ കാണാനായിട്ട് പോകണം. മേളത്തി മുന്നിനെ കണ്ടുപിടിക്കാനായിട്ട് പോകണം. മുന്നിൽ ഇപ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ്. ഐ ഓൾവേസ് ലൈക്ക് ടു ഗോ ദ റിസ്ക്. അടുത്തേക്ക് എത്തുമ്പോഴേക്കും മുന്നിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുകയാണ്. എനിക്ക് ദാഹിച്ചു. അപ്പോൾ ഞാൻ വെള്ളം കുടിക്കാനായിരുന്നു. നല്ല രസമുള്ളൊരു ഡേഞ്ചറസ് പ്ലേസ് ആണ്. നല്ല ഭംഗിയുള്ള പ്ലേസ്, നല്ല ഡേഞ്ചറസുമാണ്. അപ്പം കയാമയുടെ വേറൊരു അട്രാക്ഷനാണ് ലൈറ്റ് ഹൗസ്.
ലൈറ്റ് ഹൗസിൻ്റെ അവിടെ നിന്ന ഒരു ബ്ലോ ഹോൾ കാണാം. ഇറ്റ് ഓൺലി ബ്ലോസ് വെൻ ഇറ്റ്സ് എ ഫുൾ മൂൺ. ഈ ബ്ലോ ഹോൾ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു തിരുമാല വന്നിട്ട് അത് ഈ ഒരു പാറയുടെ ഇടയിൽ കൂടെ ഇങ്ങനെ തെറിച്ച് വരും. ഫുൾ മൂൺ ആകുമ്പോഴാണ് യൂഷ്വലി ഉണ്ടാവുക. എന്നിട്ട് നല്ല ഭംഗിയാണ് ഈ ബ്ലോ ഹോള്. ഇപ്പോൾ ബ്ലൂ ചെയ്യണമൊന്നുമില്ല, എന്തായാലും വന്നതല്ലേ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ഞങ്ങളിന്ന് ലക്കി ആയിരുന്നില്ല, ഇന്ന് ബ്ലൂ ചെയ്തില്ല. കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരം നടന്നു. അപ്പോൾ കുറച്ച് റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ബീച്ചിൻ്റെ ഒരു വേറെ സൈഡിൽ പോയിട്ട് റെസ്റ്റ് ചെയ്യാനാണ് ഞങ്ങൾ വിചാരിച്ചത്. അപ്പം ഞങ്ങൾ റോക്ക് ക്ലൈമ്പിങ് കഴിഞ്ഞിട്ട് ഞാൻ നല്ല എക്സൈറ്റഡ് ആയതുകൊണ്ട് ഞാനിങ്ങനെ ഡാൻസ് കളിക്കുകയാണ്. ജിങ്ക ചിക്ക ഓ ജിങ്ക ചിക്ക. എന്നിട്ട് ഞാൻ പോകുമ്പോൾ നല്ല സീനറിയാണ്. കുറേ ആൾക്കാരൊക്കെ കുളിച്ചിട്ട് തന്നെ ഞാൻ കണ്ടു. അപ്പം ഞങ്ങൾ പോയപ്പോൾ ഞാൻ നോക്ക് സ്വിമ്മിങ് പൂൾ. നല്ല ക്യൂട്ട് പപ്പീസ്. എന്ത് ഭംഗിയാണ്. സ്ഥലം ഒരു അമേസ്ഡ് ആണ്. ഗായ്സ്, എനിക്ക് സ്വിമ്മിങ് ഒന്നും അറിയില്ല, പക്ഷെ ഞാൻ സ്വിമ്മിങ് സൂട്ട് ഇട്ടിട്ട് ഇപ്പം ഞാൻ പൂളിൽ പോയി ചാടും. രണ്ട് പൂളുണ്ടായിരുന്നു, വലിയതുണ്ടായിരുന്നു, കുഞ്ഞതുണ്ടായിരുന്നു. ഞാൻ കുഞ്ഞില്ല പോയത്. അപ്പം ഗായ്സ്, ഞാൻ കുഞ്ഞ് സ്വിമ്മിങ് പൂളിൽ പോയിട്ടുണ്ടായിരുന്നു. അത് നല്ല വാം ആയിട്ടുണ്ട്. എന്നിട്ട് വലിയ പൂളെത്തി. എന്നിട്ട് ഞാൻ ഇറങ്ങുകയാണ്, മെല്ലെ മെല്ലെ ഇറങ്ങുകയാണ്. എൻ്റെ ഗോഗിൾസാണ് അല്ല. അപ്പം ഞാനിങ്ങനെ വെച്ചിട്ട് കൂടെ ചാടുകയാണെങ്കിൽ പേടിയാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാനൊരു കുഞ്ഞ് പേടിത്തൊണ്ടിയാണെന്ന്, പക്ഷെ ഞാൻ ആക്ച്വലി നല്ല ബ്രേവാണ്. ആക്ച്വലി എനിക്ക് സ്വിമ്മിങ് അറിയില്ല. അപ്പം ഞാനിപ്പോൾ പിച്ചിയുടെ ഷോൾഡറിലാണ് നീന്തണ. സലീം കുമാറിൻ്റെ സിനിമയിലോ അല്ലെങ്കിൽ ഹൊയ് 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 ഹൊയ്. എനിക്ക് ഗോഗിൾസ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് നല്ല പേടിയാണ്. നോക്കൊള്ളല്ലേ. അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഒരു കുഞ്ഞ് സ്നാക്കിന് നട്ട് ബാർ. ഇപ്പോൾ കണ്ടോ അവിടെ കുറേ കുറുമ്പന്മാരിങ്ങനെ ഗ്രൗണ്ടിൽ ഉരുളുണ്ട്. പക്ഷെ ഞാൻ ചെയ്യില്ല, കാരണം എൻ്റെ കയ്യിൽ നട്ട് ബാറുണ്ട്, ഞാൻ കുളിച്ചതാണ്. അപ്പോൾ അവിടെ ഒരു അങ്കിള് ഫിഷിങ് ചെയ്യുന്നുണ്ട്. ഞങ്ങളവിടെ പോയിട്ട് കുറച്ച് നേരം ഇരുന്നു. ഒരു അങ്കിള് ഫിഷ് ചെയ്യുന്നുണ്ടൊക്കെ. ഇപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് കാണുന്ന ഒരു ഫെറിയാണ്. ഇവിടെ നല്ല ഒരു ലാൻഡ്സ്കേപ്പ് ഫെറിയുടെ കൂടെ ഉള്ളത്. നല്ല ഭംഗിയായിട്ടുണ്ട്. അഡ്വഞ്ചർ വൈൻഡപ്പ് ചെയ്യായിരുന്നു. ഞാൻ സ്വിമ്മിങ് ചെയ്തു, റോക്ക് ക്ലൈംബ് ചെയ്തു. എനിക്ക് നല്ല ടയേർഡായി, വിശക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പോവാണ്. ഇഷ്ടമാണെങ്കിൽ സ്മാഷ് ദ സബ്സ്ക്രൈബ് ബട്ടൺ ആൻഡ് ഗിവ് us a big thumbs up. ഇവിടെ കുറേ വുഡൻ സ്ഥാനങ്ങൾ, അതെന്തിനാന്ന് എനിക്കറിയില്ല. ബ്ലോഗർ ഇതാ ഓടണു. നല്ല സ്ഥലമാണ്.
കളിക്കാൻ